നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൻ കി ബാത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പുകയാണെന്നും പഹൽഗാമിലെ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭീരുത്വത്തെ കാണിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയത്താണ് ആക്രമണം നടത്തിയതെന്നും പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിക്കെതിരെ പ്രതിഷേധം തുടർന്ന് പാകിസ്ഥാൻ. ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാനും അവകാശമുണ്ടെന്നും കരാർ ഏകപക്ഷീയമായി പിൻവലിക്കാനാവില്ലെന്നും പാക് പ്രധാനമന്ത്രി അഹമ്മദ് ഖാൻ ലഖാരി പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുമ്പോൾ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ചൈന. പാകിസ്ഥാൻ എല്ലാ കാലത്തെയും സുഹൃത്താണെന്നും പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും അഖണ്ഡതയും ഉറപ്പാക്കാൻ കൂടെ ഉണ്ടാവുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം ആണ് വേണ്ടതെന്നും ചൈന വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മഗാരയെ തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. 45 വയസ്സായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കുപ്വാര ജില്ലയിലെ ഖാൻഡിബാഗാസിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ തീവ്രവാദികൾ ഗുലാമിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. തീവ്രവാദികൾ എന്തുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തകനെ ആക്രമിച്ചത് എന്ന് വ്യക്തമല്ല. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ ഇന്ത്യ. പാകിസ്ഥാൻ പലയിടത്തും വെടിവെപ്പ് തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിൽ നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാകിസ്ഥാൻ വെടിവയ്പ് നടത്തി. അതോടൊപ്പം നിയന്ത്രണ രേഖയിൽ ഏത് സാഹചര്യവും നേരിടാനും തയ്യാറാണെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 537 പാകിസ്ഥാനികൾ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്ന് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ 6 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്നും വിവരമുണ്ട്. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരത്വമുള്ളവർക്ക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണിത്. അതേസമയം പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം 850 ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിലെ പാകിസ്ഥാനി പൗരന്മാരെ കണ്ടെത്താൻ പരിശോധനയുമായി ദില്ലി പോലീസ്. 5000 പേർ ആകെ ദില്ലിയിലുണ്ടെന്നാണ് കണക്ക്. പാക് പൗരന്മാർ മടങ്ങിയോ എന്നത് വിലയിരുത്താൻ നാളെ കേന്ദ്രം യോഗം ചേരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിനാൽ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഏപ്രിൽ 22 ഭീകരാക്രമണത്തിന് ശേഷം പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ വീണ്ടും എത്തിത്തുടങ്ങി. ഇന്നലെ നൂറുകണക്കിന് വിദേശ ആഭ്യന്തര സഞ്ചാരികളാണ് പഹൽഗാം പട്ടണം സന്ദർശിച്ചതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. സാധാരണ ദിവസങ്ങളിൽ 5000 മുതൽ 7000 വരെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ അപലപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷേക്കിസ്കിയാൻ ഇത്തരം മനുഷ്യത്വരഹിതമായ ഭീകരപ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഫോണിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചത്. സംഭാഷണത്തിനിടെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാരമ്പര്യത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണം തടയുന്നതിലെ രഹസ്യാന്വേഷണ വീഴ്ച ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. ഒരു രാജ്യത്തിനും 100% കുറ്റമറ്റ സംവിധാനം ഉണ്ടാവില്ലെന്നും സുരക്ഷാ വീഴ്ച പിന്നീട് പരിശോധിക്കാമെന്നും ഇപ്പോൾ അതിനല്ല പ്രാധാന്യമെന്നും തരൂർ പറഞ്ഞു. ഇസ്രായേലിന്റെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി വയോധികൻ മരിച്ചു. ഉൾക്കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിന് പുതൂർ സ്വർണ്ണഗന്ധ ഉന്നതിയിലെ കാളിയെയാണ് കാട്ടാന ആക്രമിച്ചത്. കാളിയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ കൈമാറുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് പിണറായി വിജയന്റെ വിലക്കെന്ന റിപ്പോർട്ടുകൾ. പ്രായപരിധി ഇളവ് വാദകം കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണെന്നും അതുപയോഗിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാനാവില്ലെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിലെ നേതൃത്വ യോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടന ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ലെന്നാണ് പിണറായിയുടെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ.
PK ശ്രീമതിയെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നുവെന്നും 75 വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതെന്നും സെൻട്രൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിൽ പ്രവർത്തിക്കാനല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. പിണറായിയെ പോലൊരു നേതാവിൻ്റെ വിലക്ക് തനിക്ക് ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞു. കേരളത്തിൽ ഉണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന കാലത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് രാഗേഷിൻ്റെ പരാമർശം. മാസപ്പടി കേസിലെ മൊഴി സംബന്ധിച്ച വീണ വിജയൻ്റെ വിശദീകരണം തെറ്റാണെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. SFIO റിപ്പോർട്ടിൽ വ്യക്തമായി വീണ സേവനം നൽകിയിട്ടില്ലെന്ന് പറയുന്നുവെന്നും വീണ മാത്രമല്ല എക്സോലോജിക്കിലെ ഉദ്യോഗസ്ഥരും CMRL IT ഹെഡും സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിനെതിരെ വിമർശനവുമായി മുതിർന്ന CPM നേതാവ് G സുധാകരൻ. തനിക്കെതിരെ ഫേസ്ബുക്ക് അധിക്ഷേപത്തിന് പിന്നപ്ര പോലീസ് സ്റ്റേഷനിൽ 2 പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞുവെന്നും FIR മാപ്പ് പറഞ്ഞ രേഖയോ പോലും കിട്ടിയിട്ടില്ലെന്നും 4 തവണ MLA തൻ്റെ സ്ഥിതി ഇതാണ് എങ്കിൽ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താകുമെന്നും G സുധാകരൻ പറഞ്ഞു. വയനാട്ടിൽ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സെമിനാറുകളിൽ ആളുകളെ എത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമെന്ന റിപ്പോർട്ടുകൾ. സാക്ഷരതാ മിഷൻ നടത്തുന്ന സെമിനാറുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ തുല്യതാ പഠിതാക്കളെ പരീക്ഷ എഴുതിപ്പിക്കില്ലെന്നും CE കുറക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന KM അബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള KM അബ്രഹാം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പുറത്താക്കണമെന്നും ലാവ്ലിൻ കേസിൽ സാക്ഷിയായതുകൊണ്ടാണോ KM അബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്ഷ്യക്കിറ്റ് പദ്ധതിയുമായി LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മാസം തോറും ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി വീട്ടിലെത്തിക്കാനാണ് പദ്ധതി. സംസ്ഥാന സർക്കാർ പരീക്ഷിച്ചു വോട്ട് തട്ടാനുള്ള കിറ്റ് തന്ത്രം ഇടതുമുന്നണി നിലമ്പൂരിലും ആവർത്തിക്കുകയാണെന്ന് UDF ആരോപിച്ചു. ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ മലയാള സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവർ പിടിയിലായി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ 2 മണിക്ക് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.